വല്ലാത്ത നടുവേദന. പോയി വൈദ്യനെ കണ്ട് മരുന്ന് കൊണ്ടുവാ. ഹും, ഇടികൊള്ളാൻ നമ്മൾ വേണം, മരുന്ന് മേടിക്കാനും നമ്മൾ വേണം. നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഇടിക്കുന്നവർക്ക് കാട്ടുമുത്തപ്പം കൊടുക്കുന്നതാ ഈ നടുവേദന. ഇടികൊണ്ടവർക്ക് കാട്ടുമുത്തപ്പം കൊടുക്കാതെ തന്നെ നടുവേദന വരും. സുഹൃത്തുക്കളെ, മുഖത്തെന്തോ കാണുന്നുണ്ടല്ലോ. ശരിയാ സൂത്ര, തൻ്റെ മുഖത്ത് ഈ ഈച്ചയെ കാണാനുണ്ട്. അതല്ല, മുഖത്ത് നിരാശ കാണുന്നുവെന്നാ പറഞ്ഞത്. പറയൂ, എന്താണ് നിങ്ങളുടെ ദുഃഖം? ദുഃഖമല്ല, വേദന, നടുവേദന. ഞങ്ങൾക്കല്ല, കടിയം സിംഹത്തിന്. ഓഹോ, അദ്ദേഹം വേദനയുടെ നടുവിലാണല്ലേ. പുറം വേദന എന്നാ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ വേദനയിൽ നിന്ന് പുറത്താക്കി തരാം. വരൂ, എൻ്റെ ഗുരു അകത്തുണ്ട്. മഹാവൈദ്യനാ, എന്ത് രോഗവും മരുന്നില്ലാതെ മാറ്റും. ഒന്ന് നോക്കിയാലോ? വൈദ്യര് മാറ്റിയാലും വേദന മാറിയാ പോരെ? ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. പരിചയമില്ലാത്തവരോട് ഗുരു സംസാരിക്കില്ല. സംസാരിക്കാതെ പരിചയപ്പെടാനും പറ്റില്ല, അല്ലേ? ഞാൻ അകത്ത് പോയി രോഗവിവരം പറഞ്ഞിട്ട് വരാം. ചികിത്സ നിശ്ചയിച്ചു. ആനയെ ഉപയോഗിച്ചാണ് ചികിത്സ. അതെങ്ങനെ വേണമെന്ന് ഗുരു ഇതിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഈ ഈ ഈ വ്യായാമം എത്ര നേരം ചെയ്യണം? അരമണിക്കൂർ ചെയ്യാനാ ഗുരു പറഞ്ഞത്. കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്തു കുഴപ്പം? വേദന മാറിയില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഗുരു ഞാൻ ഇവിടെ തന്നെ കാണും. വാ, പോയി നോക്കാം. അങ്ങേര് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നതല്ലേ. തൻ്റെ ഗുരുവിനെ എനിക്കൊന്ന് കാണണം. ആരെ മുതുകത്ത് കയറ്റി കിടത്തിയിട്ട് ഇപ്പൊ മൂപ്പർക്ക് എണ്ണിക്കാൻ വയ്യ. കിടക്കാനോ? കിടക്കാൻ ആര് പറഞ്ഞു? പിന്നെ ഇതെന്താ അങ്ങേര് വരച്ചു തന്നിരിക്കുന്നത്? നിങ്ങളിത് തിരിച്ചാ പിടിച്ചത്. ഇങ്ങനെ മുതുകും ചേർത്ത് നിൽക്കാനാ ഗുരു ഉദ്ദേശിച്ചത്.